വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവും സമരവും ഒക്കെ ശക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു വിഷയം നടന്നപ്പോൾ ഒരു യൂണിറ്റ് കമ്മിറ്റി പോലും വൈത്തിരിയിലെ ഈ കോളേജിൽ ഇടാൻ അനുവദിക്കാത്ത അല്ലെങ്കിൽ ABVPക്ക് അത്തരത്തിലൊരു അനുമതി നൽകാത്ത ഒരു കോളേജിൽ ആദ്യമായി ഈ പ്രശ്നം പൊതുമധ്യത്തിൽ എത്തിച്ചത് ABVP ആണ്. ABVP പ്രവർത്തകരാണ്. വൈത്തിരിയിൽ മാത്രമല്ല, ഇങ്ങനെ തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും ആ ഒരു പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക്, ഒരു 24 മണിക്കൂർ ഉപവാസ സമരത്തിലേക്കൊക്കെയാണ് ഈ പ്രവർത്തകർ കടന്നിട്ടുള്ളത്. കാരണം അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന, അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന ഒരു പ്രവർത്തകൻ, അവൻ ഒരു ബാനറിന്റെ കീഴിലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലോ അംഗമായിരുന്നില്ല, ഒരു രാഷ്ട്രീയത്തിലോ അവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നെടുമങ്ങാട് വീടിന് സമീപത്ത് SFIയും CPMും CPMന്റെ 11ാം കല്ല് ബ്രാഞ്ച് കമ്മിറ്റിയും ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥൻ SFIക്കാരനാണ്. സിദ്ധാർത്ഥൻ SFIയിൽ പ്രവർത്തിച്ചിരുന്നു. ഒപ്പം സിദ്ധാർത്ഥൻ ആദരാഞ്ജലികൾ ചേർന്നു. ഒപ്പം തന്നെ ഘാതകരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ നടപടിക്കും ഒപ്പം ഉണ്ടാകുമെന്നുള്ള CPMന്റെ ബോർഡ്, അതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം CPM നേരിട്ടോട് നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ABVP ഉൾപ്പെടെയുള്ള സംഘടനകൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്ന് CBI അന്വേഷണം വേണം. കൃത്യമായിട്ട് CBI അന്വേഷണത്തിലൂടെ മാത്രമേ സിദ്ധാർത്ഥന്റെ ഘാതകരെ അല്ലെങ്കിൽ കൊലപാതകങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളത്. നമുക്കിപ്പോൾ പ്രവർത്തകർ, അല്ലെങ്കിൽ ഇവിടെ ഉപവാസ സമരം നടത്തുന്ന ABVPയുടെ പ്രവർത്തകർ നമുക്കൊപ്പം ചേരുകയാണ്. ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരം ഒരു 24 മണിക്കൂർ മാത്രം മതിയോ ഈ ഒരു നീതി സിദ്ധാർത്ഥന് ലഭിക്കാനെന്ന് ABVP വിശ്വസിക്കുന്നു? ഒരിക്കലുമല്ല. കഴിഞ്ഞ ദിവസം കോളേജിന് മുമ്പിൽ 24 മണിക്കൂർ ABVP ഉപവാസമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷമാണ് ABVP ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉപവാസം നടക്കുന്ന സമയത്ത്, വെറ്റിനറി കോളേജിന് മുമ്പിൽ ഉപവാസം നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായിരുന്നു, ഇതിനൊരു നിറം കൊടുക്കേണ്ടതില്ല എന്ന്. ആർഷോ എന്താണ് പറഞ്ഞത്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താണോ പറഞ്ഞത്, അത് തന്നെ കടമെടുത്തുകൊണ്ട് പറയുകയാണ് ഇതിനൊരു നിറം കൊടുക്കേണ്ടതില്ല എന്ന്. നിറം കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ അറസ്റ്റിലാവുന്ന ആരൊക്കെയാണ്? SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, യൂണിറ്റ് ചെയർമാനൊക്കെയാണ് അറസ്റ്റിലാവുന്നത്. അപ്പോൾ എങ്ങനെ നിറം കൊടുക്കേണ്ട എന്ന് പറയാൻ വേണ്ടി സാധിക്കും? മാത്രമല്ല, ആ ഡീൻ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ പോലും തയ്യാറാവാത്ത, അല്ലെങ്കിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് കണ്ട സമയത്ത് ആ ആത്മഹത്യ ചെയ്ത സ്ഥലത്തേക്ക് പോലീസിനെ വിളിച്ചു വരുത്താതെ പോലീസിനെ ആശുപത്രിയിൽ പോയതിന് ശേഷം വിളിച്ചാൽ മതി എന്ന് പറയുന്നൊരു ഡീൻ, എന്നിട്ട് വിദ്യാർത്ഥികളെ എല്ലാവരെയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അതിനുശേഷം പോലീസിനെ അറിയിക്കുന്നൊരു സ്ഥിതി. അതിലെന്തോ ഒരു ദുരൂഹതയില്ലേ? അത് മാത്രമല്ല, 3 ദിവസമായിട്ട് അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് അത് ഡീൻ അറിഞ്ഞില്ല എന്ന് ഡീൻ ആവർത്തിച്ച് പറഞ്ഞു. ഡീൻ അറിഞ്ഞില്ല പോലും. ഡീനല്ല ആ ഹോസ്റ്റലിൻ്റെ വാർഡൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ ABVPക്ക് വിശ്വാസക്കുറവുണ്ട്. മാത്രമല്ല, ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിഞ്ചോ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നു. അതിലൊക്കെ ദുരൂഹതയുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. മാത്രമല്ല, നമ്മൾ കണ്ടതാണ് പണ്ടുള്ള പല അന്വേഷണത്തിലും, പരിമല ഉൾപ്പെടെയുള്ള SFIയുടെ കൊലപാതകങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഈ കേസ് എവിടെയും എത്താത്തത് എന്ന് പല സമയത്തും കോടതിക്ക് പറയേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിലവിൽ സിറ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ജഡ്ജിയുടെ മോണിറ്ററിംഗിൽ ഏതെങ്കിലും ജുഡീഷ്യറി അന്വേഷണമോ CBIയുടെ അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസിയുടെ അന്വേഷണമോ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഡീനെ പ്രതി ചേർത്ത് ഡീനെ അറസ്റ്റ് ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം, അതായത് നെടുമങ്ങാട്ടെ വീടിന് മുമ്പിൽ, സിദ്ധാർത്ഥൻ്റെ വീടിന് മുൻപിൽ SFI ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയരുകയുണ്ടായി. അതായത് ഘാതകരെ കണ്ടെത്താൻ ഞങ്ങൾ ഉണ്ടാകും, ഒപ്പം സിദ്ധാർത്ഥന് നീതി വേണം. അതേസമയം തന്നെയാണ് വൈത്തിരിയിലെ കോളേജിൽ ഈ സിദ്ധാർത്ഥ് മരിക്കുന്ന ദിവസം തന്നെ സിദ്ധാർത്ഥനെതിരെ ഒരു സ്ത്രീ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതി ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങുന്നു. ഇതിനെയൊക്കെ ഏത് രീതിയിലാണ് ABVP കാണുന്നത്? സിദ്ധാർത്ഥൻ്റെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്ന് തന്നെയാണോ സംശയിക്കുന്നത്? പോലീസിൻ്റെ അന്വേഷണം, നിങ്ങൾ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തരാണ്? തീർച്ചയായും ഒട്ടനവധി പ്രതികൾ ഇനിയും പ്രതി ചേർക്കപ്പെടാനുണ്ട്, അറസ്റ്റ് ചെയ്യാനുണ്ട്. അതോടൊപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ, ഞങ്ങൾ ആ വീട്ടിൽ പോയ സമയത്ത് കണ്ടതാണ്, SFIയുടെ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ വയ്ക്കുന്ന അവസ്ഥ. ഒരാളെ കൊന്നിട്ട് അത് യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരന്തരമായി താലിബാൻ മോഡൽ, അതായത് 1, 2, 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ എങ്ങനെയാണോ താലിബാൻ തീവ്രവാദത്തിൻ്റെ കേന്ദ്രങ്ങളിലെ കൊല്ലുന്നത്, അതേപോലെയാണ് ആ വിദ്യാർത്ഥി ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ആക്രമിച്ച് കൊന്നതിന് ശേഷം അവൻ SFIയുടെ പ്രവർത്തകനാണ്, അവന് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞങ്ങൾ പോകുമെന്ന് പറയുന്ന ഒരു ബോർഡ്. അതേസമയത്ത് ഇവിടെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ആ പരാതി കൊടുത്തത് 18-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. അതിന് വളരെ പെട്ടെന്ന് അധ്യാപകർ അന്വേഷിക്കുന്നു, കാര്യങ്ങൾ നടത്തുന്നു.
ഈ അന്വേഷണമോ ശുഷ്കാന്തിയോ ഒരിക്കലും ആ പയ്യൻ്റെ മരണം, സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കണ്ടില്ല. ഇതിൽ കൃത്യമായ ദുരൂഹതയുണ്ട്. അധ്യാപകരും ഡീനും SFIയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും സിദ്ധാർത്ഥിനെ മോശമായി ചിത്രം, നമുക്കറിയാം SFIയുടെ സ്ഥിരം പരിപാടിയാണ്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സംഘടനകളുടെ സ്ഥിരം പരിപാടിയാണ് മോശപ്പെട്ട രീതിയിൽ അവരെ ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അവർ SFIക്കാർ തന്നെയാണ്, ഇതിൽ ഒരു രാഷ്ട്രീയ സംഘർഷമില്ല, ഇത് മറ്റൊരു സംഘർഷമാണ് എന്ന് വരുത്തി തീർക്കുക. ഈ തരത്തിലുള്ള ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. കൃത്യമായിട്ട് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്മയും പറഞ്ഞിട്ടുണ്ട്, അവന് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ അവരത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കും. ഏതറ്റം വരെയും ABVP ഈ സമരത്തിൻ്റെ പൂർണ്ണതയിലെത്തും വരെ, അതായത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തീർത്തും നടപ്പാക്കുന്നത് വരെ സമരവുമായിട്ട് പോകും. ഉപവാസത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി എന്ത് സമരം വേണമെന്ന് കൂടി ആലോചിച്ച് ആ രീതിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. ഏറ്റവും അവസാനം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യും, ഡീനെ ഉൾപ്പെടെ പ്രതി ചേർക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തീർത്തും കേരളം സ്തംഭിക്കുന്ന രീതിയിലുള്ള സമരവുമായിട്ട് ABVP മുന്നോട്ട് പോകും. ആദ്യമായി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പൊതുമധ്യത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ABVP ആണ്. അവർ മുന്നോട്ട് വയ്ക്കുന്നതും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ തന്നെയാണ്. ജുഡീഷ്യൽ അന്വേഷണമാണ്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത് പോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ ഒരു ചെറിയ സമരത്തോടു കൂടി ഒരു 24 മണിക്കൂർ സമരമാണ്. ആ ഒരു സമരത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ, തീർപ്പായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്ക് കേരളം മാറും. ഒരുപക്ഷേ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം പോലും തകരുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ മാറുമെന്നുള്ള രീതിയിലൊരു സൂചനകൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ABVPയുടെ ഒരു വനിതാ പ്രവർത്തക കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് അവരുടെ ഒരു നിലപാട്? പ്രത്യേകിച്ച് SFI വൈത്തിരി കോളേജിലടക്കം സ്വീകരിക്കുന്ന പ്രത്യേക നിലപാടുണ്ട്. ആ നിലപാടിനെതിരെ ABVP അടക്കമുള്ളവരാണ് ആദ്യമായിട്ട് പ്രതിഷേധത്തിലെത്തിയത്. ഒരു നീതി കിട്ടേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഈ ഒരു സമരം നടക്കുമ്പോൾ തന്നെ സിദ്ധാർത്ഥിന് നീതി കിട്ടേണ്ട സമയം അതിക്രമിച്ചില്ല. നിലവിൽ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ക്രൂരതകളും നടക്കുന്നുണ്ട്. അതിനിരയായി മരിച്ച സിദ്ധാർത്ഥ എന്ന നമ്മുടെ സുഹൃത്തിന് തീർച്ചയായും നീതി ലഭിക്കേണ്ടതുണ്ട്. ആ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. മറ്റൊരു ക്യാമ്പസിലും വരും കാലഘട്ടത്തിൽ ഇതുപോലൊരു സിദ്ധാർത്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം SFIയുടെ ഈ തരത്തിലുള്ള ക്രൂരതയെ മനസ്സിലാക്കിക്കൊണ്ട് ക്യാമ്പസുകളിൽ നിന്ന് SFIയെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടും സിദ്ധാർത്ഥിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടും ABVP എന്നും മുന്നിൽ തന്നെ ഉണ്ടാവും. അതിന് പൂർണ്ണതയിൽ എത്തുന്നത് വരെ ABVP ഉണ്ടായിരിക്കും. നമ്മുടെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അവരുടെ അധ്യാപകർ അവർ പ്രതീക്ഷിക്കുന്നത് അവർ പഠിച്ച് നന്നായി വരണമെന്നാണ്. എന്നാൽ ഇത്തരത്തിൽ SFIയുടെ ചുമന്ന കൊടി പിടിക്കുകയും പിന്നീട് അവരുടെ ഭാവി ഇത്തരത്തിൽ മരണത്തിൽ വരെ അവസാനിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉൾപ്പെടെ കത്തിക്കുത്തിനിരയാവുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് ജീവിതം പൊലിയുന്ന മഹാരാജാസ് ക്യാമ്പസിൽ ഉൾപ്പെടെ നമ്മൾ വിഷയങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ഓരോ ക്യാമ്പസുകളിലും ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. വിദ്യാർത്ഥി സമൂഹം അത് മനസ്സിലാക്കണം. സിദ്ധാർത്ഥ ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും മറ്റ് അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് ABVP എന്നും മുന്നിൽ തന്നെ ഉണ്ടാവും. ഈ വിഷയം കേസ് ഡയറക്റ്റായി CBIയോ അല്ലെങ്കിൽ ജൂറീസ് അവരോ മറ്റും എടുത്ത് വിഷയം നോക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ ഈ സർക്കാരോ പോലീസിനോ ഈ വിഷയം എടുത്തിട്ട് നമുക്ക് മുൻ വിഷയങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കേസിന് ഇതുവരെ ഒരു നിലപാടും എത്തിയിട്ടില്ല. SFI പ്രതികൂല അവസ്ഥയിൽ നിൽക്കുന്ന എല്ലാ കേസുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. സിദ്ധാർത്ഥിന് എന്തായാലും ആ അവസ്ഥ ഉണ്ടാകില്ല. അതിന് ABVP എന്തായാലും മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും. അവർ മുന്നിട്ട് വെക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ഒരു ശുദ്ധികലശത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കൊലപാതകങ്ങളുടെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രങ്ങളാകരുത്. അവിടെ കലയും സാംസ്കാരികതയും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ളൊരു വേദികളായി മാറണം എന്നുള്ളതാണ് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ആവശ്യങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇന്തിഫാദ എന്ന പേരുൾപ്പെടെ നൽകി സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കലാലയങ്ങളെ, പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇന്തിഫാദ പേര് നൽകിയത്. അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കലാപ
കലാപത്തിന്റെയും ഒക്കെ പേര് നൽകി കലാലയങ്ങളെ ഒരു കലാപഭൂമിയാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് SFI നടത്തുന്നു, മറുഭാഗത്ത് അതിനെ ശുദ്ധികലശം നടത്താൻ ABVP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് പോകുകയാണ്. എന്തായാലും സിദ്ധാർത്ഥിന് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അന്വേഷണത്തിൽ തൃപ്തകരമല്ലാത്ത കുടുംബം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതും ഏറെ നിർണായകമാകും. സിദ്ധാർത്ഥന് നീതി ലഭിക്കണം. ഇനി ഒരു സർവകലാശാലകളിലും ഒരു ക്യാമ്പസുകളിലും ഒരു സിദ്ധാർത്ഥന്മാരും ഇതുപോലെ ഒരു ദുർഗതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ്. സിദ്ധാർത്ഥിൻ്റെ ഘാതകരെ മുഴുവൻ SFI പ്രവർത്തകരെയും ഘാതകരായ മുഴുവൻ SFI പ്രവർത്തകരെയും അവരെ ജയിലിൽ അടയ്ക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും അതിലേക്ക് തന്നെ കടക്കും. സിദ്ധാർത്ഥന് നീതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഉള്ളത്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.